എറണാകുളം മലയാറ്റൂരിൽ കുട്ടിയാന കുഴിയിൽ വീണു. കാട്ടാനക്കൂട്ടവും സമീപത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇല്ലിത്തോടിനടുത്ത് 1-ാം ബ്ലോക്കിലാണ് സംഭവം. വിവരങ്ങളുമായി വിവരങ്ങളുമായി പ്രദീപ് ജോസഫ് ചേരുന്നു. പ്രദീപ്, ഗുഡ് മോർണിംഗ്. ഈ കുട്ടിയാനെ എപ്പോഴാണ് കിണറ്റിൽ വീണത്? മാത്രമല്ല, ചുറ്റും ഈ കാട്ടാനക്കൂട്ടം നിൽക്കുന്നത് കൊണ്ട് തന്നെ വനം വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർക്കൊക്കെ ഇക്കാര്യത്തിൽ കുട്ടിയാനെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാവുമായിരിക്കും അല്ലെ? എപ്പോഴത്തേക്ക് നടപടികൾ ആരംഭിക്കുമായിരിക്കും? ഗുഡ് മോർണിംഗ് മോത്തി. കാലടിക്കടുത്ത് മലയാറ്റൂർ ഇല്ലിത്തോട് 1-ാം ബ്ലോക്കിലാണ് കുട്ടിയാന കുഴിയിൽ വീണത്. പുലർച്ചെ ഏതാണ്ട് 5 മണിക്ക് ശേഷമാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. മലയാറ്റൂർ ഇല്ലിത്തോട് റോഡരികിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലുള്ള കുഴിയിലാണ് കാട്ടാന വീണിരിക്കുന്നത്. ഇതിനു ചുറ്റും കാട്ടാന കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കാട്ടാനകൾ ഇടയ്ക്കിടെ അവിടെ ഇറങ്ങി വരുന്നുണ്ട്. തിരികെ കയറി പോകാതെ നാട്ടുകാർ ബഹളമുണ്ടാക്കിയെങ്കിലും തിരികെ കയറി പോയിട്ടില്ല. റോഡിനോട് ചേർന്നുള്ള കലിങ്ങിന്റെ അടിയിലുള്ള ഒരു കുഴിയിൽ എന്ന് പറയാം. പക്ഷേ ഇത് സ്വകാര്യ വ്യക്തിയുടെ പുരയിടമാണ്. അവിടെയാണ് കുട്ടിയാന വീണത്. വലിയൊരു കുഴിയല്ല എന്നതുകൊണ്ട് അതിനെ പുറത്തെത്തിക്കുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാവില്ല എന്ന് കരുതുന്നു. അല്പസമയം മുൻപ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അതേസമയം കാട്ടാന കുഴിയിൽ വീണ് കാട്ടാനക്കൂട്ടം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മലയാറ്റൂർ ഇല്ലിത്തോട് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ഇതിനടുത്ത് ഇല്ലിത്തോട് മുളങ്കുഴിയിൽ ഏതാണ്ട് 4 മാസം മുൻപ് ഇത്തരത്തിലൊരു ആനക്കുട്ടി സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലെ കിണറ്റിൽ വീണിരുന്നു. ഏതാണ്ട് 4-5 മണിക്കൂർ പണിപ്പെട്ട് JCB കൊണ്ടുവന്ന കിണറിന്റെ വക്കിടിച്ച് ഒരു വിധേന അതിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ആ കാട്ടാനക്കുട്ടിയെ കാട്ടിലേക്ക് കയറ്റി വിടുകയും ചെയ്തു. അത്ര വലിയ പ്രയത്നം വേണ്ടിവരില്ല എന്നാണ് കരുതുന്നത് ഇപ്പോൾ കുഴിയിൽ വീണിരിക്കുന്ന ഈ ആനക്കുട്ടിയെ പുറത്തെത്തിക്കാൻ. അതേസമയം ആനക്കൂട്ടം ചുറ്റും നിൽക്കുന്നു എന്നതാണ് ദുഷ്കരമായ കാര്യമെന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണ്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശമാണ്. ഫെൻസിങ്ങും മറ്റ് വനംവകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കാര്യമായി ചെയ്യുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. മഹാഗണിത്തോട്ടത്തിന്റെ സമീപത്തും മറ്റും ഇല്ലിത്തോടിലുമൊക്കെ ഇടയ്ക്കിടെ കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനകൾ ഇറങ്ങാറുണ്ട്. വലിയ അക്രമ സംഭവങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ കൃഷി നശിപ്പിക്കുന്നതും മറ്റും പതിവാണ്. വാഴ, ജാതി അതുപോലുള്ള കൃഷികൾ എല്ലാം തന്നെ കാട്ടാനക്കൂട്ടം ഇറങ്ങി പലപ്പോഴും നശിപ്പിക്കാറുണ്ട്. പലതവണ പരാതിപ്പെട്ടുവെങ്കിലും കാര്യമായ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടാറുമുണ്ട്. കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. എന്തായിരുന്നാലും ഇന്ന് പുലർച്ചെ 5 മണിക്ക് ശേഷമാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കാം ആനക്കൂട്ടം അതുവഴി എത്തിയത്, കിണറ്റിൽ വീണത് എന്ന് കരുതുന്നു. ഒരുപക്ഷെ റോഡ് മുറിച്ചു കിടന്ന് മറുകരയിലേക്ക് പോകാനുള്ള ശ്രമത്തിനിടെ ഈ അവസ്ഥത്തിൽ ഈ കലങ്കിലോട് ചേർന്നുള്ള കുഴിയിൽ പെടുകയായിരുന്നു എന്നാണ് കരുതുന്നത്. ഈ ആനക്കുട്ടി വീണ വിവരം അറിഞ്ഞ് നാട്ടുകാർ ഉൾപ്പെടെ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട്. പ്രദീപ് ജോസഫ്, എപ്പോഴത്തേക്ക് ഈ ആനക്കുട്ടിയെ കരക്കെത്തിക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ആരംഭിക്കുമായിരിക്കും? വൈകാതെ തന്നെ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങും. പുലർച്ചയോടുകൂടിയാണ് ഈ ആനക്കുട്ടി വീണ വിവരം നാട്ടുകാർ അറിയുന്നത്. അവരാണ് ഫോറസ്റ്റ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. അറിഞ്ഞ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ JCB പോലുള്ള ഇവയുടെ സഹായത്തോടുകൂടി മാത്രമേ ഇതിനെ പുറത്തെത്തിക്കാൻ സാധിക്കൂ എന്ന് കരുതുന്നു. ആനക്കൂട്ടം ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ആനക്കൂട്ടം മാറി എങ്കിൽ മാത്രമേ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങാൻ സാധിക്കൂ. വനമേഖലയിൽ നിന്ന് ഏറെ ദൂരെ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത്. വലിയ ജനവാസ കേന്ദ്രം തന്നെയാണ്. പക്ഷേ ഈ ജനവാസ കേന്ദ്രത്തിലും ആനക്കൂട്ടം ഇറങ്ങുന്നത് പതിവാണ് താനും. എങ്കിലും കൂടുതൽ ആളുകളെത്തി ബഹളമുണ്ടാക്കുകയോ പടക്കം പൊട്ടിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കാട്ടാനക്കൂട്ടം പിൻവാങ്ങുകയാണ് പതിവ്. അതേസമയം ഈ ആനക്കുട്ടി കുഴിയിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആനക്കൂട്ടം പിൻവാങ്ങാൻ ഒരുപക്ഷെ കൂടുതൽ സമയമെടുത്തേക്കാം. കാരണം ഈ ആനക്കുട്ടിയോട് കൂട്ടിക്കൊണ്ടു പോകാനാണ് പലപ്പോഴും ആനക്കൂട്ടം ശ്രമിക്കുന്നത്. ഒരുമിച്ച് നടക്കുന്നിടയിലാണ് ആനക്കുട്ടി കുഴിയിൽ വീണത്. അതുകൊണ്ട് തന്നെ പരമാവധി അതിനെ കൂടി കൂട്ടിക്കൊണ്ടു പോവുക, വനമേഖലയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ആനക്കൂട്ടം പലപ്പോഴും ചെയ്യാറുള്ളത്. നേരത്തെയും അത് തന്നെയായിരുന്നു. എങ്കിലും കൂടുതൽ ആളുകൾ ബഹളമുണ്ടാക്കുകയും മറ്റും ചെയ്യുമ്പോൾ സാധാരണഗതി പിന്തിരിയാറുമുണ്ട്. അത്തരത്തിൽ വൈകാതെ തന്നെ ഈ കാട്ടാനക്കൂട്ടം മാറിയാൽ ഈ ആനക്കുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിക്കും.